ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ക്രിസ്മസ് എക്സാം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാത്ത ആൾക്കാർ ലൈക്ക് അടിക്കുക. ഫസ്റ്റ് എക്സാംസിനെ പറ്റി പറഞ്ഞാൽ വേഴ്സ്റ്റ് എക്സാം ഇൻ മൈ ലൈഫ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു പാറ്റേൺസ്. ഭയങ്കര എന്തോ മതിയുണ്ടായി. ഇപ്പോൾ സെക്കൻഡ് ടേം എക്സാമായിട്ടും ഫസ്റ്റ് ടേം എക്സാമിൻ്റെ കുറേ പോർഷൻസ് ആണ്. ഫിസിക്സിലെല്ലാം കുറേ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഇതെന്ത് ലൈഫ് ഫുൾ ഫസ്റ്റ് ടേമിൻ്റെയാണ്. ഫസ്റ്റ് ഫിസിക്സ് ആയതുകൊണ്ട് പിന്നെ മനസ്സിലായി, ഫസ്റ്റ് ടേമിൻ്റെ കുറേ വരുന്നു. ഞാൻ ഫസ്റ്റ് ടേമിൻ്റെ പഠിക്കാൻ തുടങ്ങി. ഫിസിക്സ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിസിക്സ് എനിക്ക് കുറച്ച് ടഫായിരുന്നു മീൻസ്. ഏകദേശം 54ഓളം ഡെറിവേഷൻസ് ഉണ്ട് ഫിസിക്സിൽ. എന്നിട്ടും വന്നത് 2-3. ഇല്ലെങ്കിൽ ഡെറിവേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്സിന് വരുന്നത്. ആകെ 3-4 ഡെറിവേഷൻസ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെയും പിന്നെ റിയോപ്റ്റിക്സ്, ഇത്ര വലിയ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് ആകെ 1-2 ക്വസ്റ്റ്യനും അതിൻ്റെ ഡെറിവേഷനെല്ലാം വന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ചാപ്റ്റർ. എന്നിട്ടും അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ട് കുറേ മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ചെല്ലാം പഴയത് ഓർമ്മ ഉണ്ടായതുകൊണ്ട് കുറച്ചെല്ലാം എഴുതിന് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോ തെറ്റാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. അത് ആൻസർ കീ നോക്കാൻ വരെ കുറച്ച് ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല. പിന്നെ ആകെ ഒരു 4-5 ഡെറിവേഷൻ അത്ര ഉണ്ടായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ 34ഓളം മാർക്കിൻ്റെ ഡെറിവേഷനാണ് ചോദിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഫുൾ തിയറി. അതിൽ ന്യൂമറിക്കൽസ് കണ്ടുപിടിക്കാനും കൂടുതലുണ്ടായില്ല, തിയറിൻ്റെ കൂടുതലുണ്ട്. പക്ഷെ എന്നാലും ഒരു സുഖം ഉണ്ടായില്ല. ഒരു സുഖമല്ല, കുറച്ചും കൂടി സുഖം ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു ഗൈസ് ഫിസിക്സ്. ഫിസിക്സ് ഇച്ചിരി ടഫ് തന്നെയായിരുന്നു ഗൈസ്. പിന്നെ ഫിസിക്സ് ഓക്കെ. ഇനി നെക്സ്റ്റ് ബയോളജി. ഫിസിക്സ് ഞാൻ പഠിക്കാണ്ട് ഫിസിക്സ് ഞാൻ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ പഠിച്ച് എടുത്തതാണ്. ഫിസിക്സ് ഞാൻ എൻ്റെ മുമ്പ് പഠിച്ചിട്ട് തന്നെയില്ല. അതാണ്. പിന്നെയാണ് മാത്സ് അല്ല, ബയോളജി കുറച്ച് തിരിച്ച് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് ടൈമിൻ്റെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഓടിച്ച് വിട്ടത്. ഒന്ന് റിവൈസ് ചെയ്യാനും അതിൻ്റെ അടുക്ക് സമയമില്ല. ഇനി വന്ന് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെയും പഠിച്ച് പിന്നെ പോയി എക്സാം എഴുതി. അങ്ങനെ ഫുൾ അടുത്തടുത്ത ടൈം ടേബിൾ ഉണ്ടായി. ആകെ കെമിസ്ട്രിക്ക് ഒരു ദിവസം ലീവ് തന്നിട്ടുണ്ടായി. ബയോളജി കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ബോട്ടണി എനിക്ക് ഓർമ്മയുള്ളത്. ബോട്ടണി ഞാൻ നല്ല പങ്കിൽ എഴുതിയിനി, ബട്ട് ബോട്ടണിയിൽ കുറേ തെറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഗൈസ്. സുവോളജിയിൽ ഞാൻ കുറച്ച് എഴുതിയിട്ടില്ല, പക്ഷേ എഴുതിയതൊന്നും തെറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ ബോട്ടണി കുറേ എഴുതിയിട്ടും മാർക്കൊന്നുമില്ല. കുറേ എഴുതിയത് മാത്രം ഓർമ്മ ഉണ്ട് എന്നുള്ളൂ, മാർക്കൊന്നും ഇല്ല എന്നല്ല ഒരു അത്. പിന്നെ കുറച്ച് ടഫ് തന്നെ ആയിരുന്നു ഗൈസ്. ക്വസ്റ്റ്യനും ഞാൻ പഠിച്ചത് തന്നെ ആയിരുന്നു, ബട്ട് നമുക്കത് എഴുതാൻ പറ്റില്ല. അങ്ങനെ ബോട്ടണി ഞാൻ ഫസ്റ്റും ഒരു കുറച്ചെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായി ബോട്ടണിയും സുവോളജിയും. അപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഇച്ചിരി ഫിസിക്സിനെ കാട്ടി ഈസി ആയിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. പിന്നെയാണ് മാത്സ്. വമ്പൻ പണി കിട്ടി ഗൈസ് മാത്സിൽ. ഞങ്ങൾ കണ്ട ഒരു ക്വസ്റ്റ്യനും പോലില്ല. ഏത് സ്ഥലത്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏത് മൂലങ്ങളാണ് എടുത്തതെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓരോ ക്വസ്റ്റ്യനും സ്കിപ്പ്. ഫസ്റ്റ് പേപ്പർ നോക്കിയപ്പോൾ ഇതറിയുന്നതാണ് എഴുതാ. പിന്നെ നോക്കുമ്പോൾ 2 സ്റ്റെപ്പ് ആകുമ്പോൾ ഫസ്റ്റ് തന്നെ കുറേ സ്കിപ്പ് അടിച്ചു. അതിൽ ഓപ്ഷൻ ഇല്ലാത്തതിൽ സ്കിപ്പ് അടിച്ചു. പിന്നെ അതിൽ ഇൻറ്റഗ്രൽസ് ചാപ്റ്റർ കുറേ നിറച്ചുണ്ട്. ഇല്ലെങ്കിൽ ഇൻറ്റഗ്രൽസ് ഭയങ്കര കൺഫ്യൂഷൻസ്. അതിൽ ഇൻറ്റഗ്രൽസ് നിറച്ച് വായിക്കണ്ടേ. ഓക്കെ, അത് വെയിറ്റേജുള്ള ചാപ്റ്റർ, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ബട്ട് എന്ത് ചെയ്യാൻ, മാത്സ് ഫുൾ എനിക്കറിയില്ല എവിടെ നിന്ന് വന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. ഭൂമിയിൽ നിന്ന് വിളിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഏറ്റവും ടഫുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മാത്സിൽ ഇട്ട് വെച്ചു. എല്ലാം തിരിച്ചും മറിച്ചും വെക്ടറോളജിക്കെല്ലാം എന്താക്കണമെന്ന് മനസ്സിലായില്ല. ഈസി ചാപ്റ്റർ ആയിരുന്നു, ബട്ട് അതിൽ മാർക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ്. മാത്സ് ഭയങ്കര ടഫായിരുന്നു. ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് പേപ്പർ ഒന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വട്ട 1 മുതൽ അങ്ങോട്ട് വട്ടം കണ്ടു. വട്ടം മീൻസ് ഞാൻ എഴുതിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറേ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. നമുക്ക് അറിയുന്നത് ഞാൻ തെറ്റിച്ച് വെച്ചിരുന്നു. ഞാൻ എന്താക്കാൻ ഇത്ര ഒന്നും ടഫാക്കാനുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ക്രിസ്മസ് എക്സാമിന് ടഫാക്കിയത് നല്ലത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അങ്ങനെയാണ്. പിന്നെ മാത്സ് എക്സാമിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല ഗൈസ്. അതിലൊന്നും മാർക്ക് ഉണ്ടായി പാസ്സായാൽ പോലും ഞാൻ ശരിക്കും മാത്സ് എക്സാമിൽ നല്ല പഠിച്ചതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചത് തലേന്ന് എഴുതിയിട്ട് മാത്സാണ്. ബിക്കോസ് ഞാൻ രാവിലെ എണീച്ചിട്ട് പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ പറയണ്ട, അത് മുമ്പത്തെ ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് പഠിച്ചത്. ബയോളജി ബയോളജി ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഒരു 12 മണി വരെ സംസാരിച്ച് പിന്നെ 3 മണി വരെ കിടന്നുറങ്ങും. ഞാൻ രാവിലെ 2 മണിക്ക് എണിക്കുന്നതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങും 3 മണി വരെ.
പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു 4-4:30 ആ സമയമാകുമ്പോൾ പിന്നെ പഠിക്കാനിരിക്കും. പഠിക്കാനിരുന്നിട്ട് ഏകദേശം ഒരു 7 മണി വരെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിയില്ല, ഞാൻ ഉറങ്ങും എന്തായാലും. അതുകൊണ്ട് തലക്ക് കയറുന്നില്ല. പിന്നെ ഞാൻ എണീച്ചിട്ട് 2 മണിക്ക് പഠിക്കും. അങ്ങനെയാണ് പഠിച്ചത്. ബട്ട് മാത്സ് ഞാൻ വീഡിയോസ് നോക്കിയതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ ജസ്റ്റ് വീഡിയോസ് നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയതല്ലാണ്ട് ഞാൻ പഠിച്ചിരുന്നില്ല. വീഡിയോസ് നോക്കി എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ. ബട്ട് മാത്സ് ഞാൻ ചെയ്ത് കുറേ നോക്കിയിട്ടുണ്ട്. ഒരു ബുക്കിലും ചെയ്ത് തന്നെ ഉണ്ടായി. ഞാൻ കാണിച്ചത് ആ ബുക്ക് കാണില്ല, ഒരു മിനിറ്റ് കേട്ടോ. ഈ ബുക്കിൽ ഞാൻ ഫുള്ള് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിൽ ഫുള്ള് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആവില്ലല്ലോ. ഞാൻ ചെയ്തില്ല. ബട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഷോക്ക്. അറിയുന്നതും അറിയാത്തതൊന്നും എഴുതാൻ കിട്ടിയില്ല. ഇങ്ങനെ ചിലപ്പോൾ അതിൻ്റെ 1, 2, 3 ഓപ്ഷൻസിൽ 3 ചെയ്യാനാവും, 2 ചെയ്യാനാവില്ല. അങ്ങനെ ഫുള്ള് ഭയങ്കരമായിട്ട് ഇതായിരുന്നു ഗൈസ് മാത്സ്. പിന്നെ ഇംഗ്ലീഷിൽ മറ്റേ പോസ്റ്റ് ഓൺലി ഫോർ ക്രിസ്മസ് ആ ചാപ്റ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഡെൻറ്റിസ്റ്റിൻ്റെ ചാപ്റ്റർ വരെ വന്നിട്ടുള്ളത്. അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ഇതായി. പക്ഷേ ഇംഗ്ലീഷ് ഈ 3 എക്സാമിന് അത് ഈസി ഉണ്ടായി എന്ന് പറയാം. ഫസ്റ്റ് ഫിസിക്സ്, ബയോളജി, മാത്സ് അങ്ങനെ ഉണ്ടായി. ഫിസിക്സ് ടഫ് ഉണ്ടായി ഗൈസ്. പിന്നെ ബയോളജി ഓക്കെ, പിന്നെ ടഫ്. പിന്നെ ഇംഗ്ലീഷ് ഫസ്റ്റത്തെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു 2-3 ചാപ്റ്റേഴ്സ് മിക്സ് ആക്കിയിട്ടുണ്ടായി ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഉണ്ടായത് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇംഗ്ലീഷ് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയുന്നു. പിന്നെ ലാംഗ്വേജ് ഈസി ആയിരുന്നു. ബട്ട് അതിലും കുറച്ച് അങ്ങനത്തെ എല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. ഫസ്റ്റത്തെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടെന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇതേത് ചാപ്റ്റർ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി നോക്കി ഇത് ഫസ്റ്റ് ചാപ്റ്റർ, അത്ര പോലും മനസ്സിലായില്ല. പിന്നെ എഴുതി ഗൈസ്. അതിൽ ഒരു ക്വസ്റ്റ്യന് ശരിക്കും ബ്രദർ അതാണ് ആൻസർ. ഞാൻ എഴുതിയത് ഫുഡിന് ചോറിന് ഗൈസ്. അന്ന അങ്ങനെ എന്തോ വായിച്ചതൊരു മിസ്റ്റേക്കിൽ അങ്ങനെ എഴുതിപ്പോയി ഗൈസ്. അത് പോയി. പിന്നെ ഒരു മാർക്ക് പോയിരിക്കും. പിന്നെയാണ് കെമിസ്ട്രീനെ പറ്റിയാണ് ഗൈസ് എനിക്ക് കുറേ പറയാനുള്ളത്. കെമിസ്ട്രി ഒരു ദിവസം ലീവ് ഉണ്ടായിരുന്നു എനിക്ക്. ഈ എല്ലാ എക്സാം നടന്നതിൻ്റെ ആ ഇതിൽ പിന്നെ ലാസ്റ്റ് എക്സാമുമായി കെമിസ്ട്രി ഈസി ആയിട്ട് തന്നെ വന്നത്. പറഞ്ഞു തന്നെ വന്നിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനൊന്നും പഠിക്കാണ്ടാണ് ഗൈസ് പോയത്. ബിക്കോസ് ഞാൻ ഇത്ര എക്സാമിന് വളർത്തിയിരുന്നു. ഇതെന്ത് നമ്മൾ പഠിച്ചിരുന്നു വരുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ അതിലുണ്ടായ ഒരു ദിവസം ഫുള്ള് ഞാൻ ഉറങ്ങി തീർന്നു ഗൈസ്. ഞാൻ പഠിച്ചിരുന്നില്ല. ശരിക്കും കെമിസ്ട്രി നല്ല ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു പഠിച്ചവർക്ക്, എനിക്കല്ല. പഠിച്ചാൽ എന്തെങ്കിലും മാർക്ക് എടുക്കാമെന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ലാസ്റ്റ് ആകുമ്പോൾ ഓർഗാനിക്സ് എല്ലാം മിക്സ് ആയി പോകുന്നുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് പഠിക്കാത്തതുകൊണ്ടും അറിയില്ല. ഓർഗാനിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്നുണ്ട്. അതാണോ ഇതാണോ അത്. പിന്നെ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നു കോഡ് വെച്ചിട്ട് പഠിക്കാം. അങ്ങനെയാണ് ഗൈസ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് എക്സാം? ഞാനിപ്പോൾ +2 കഥയാണ് ഗൈസ്. ഇതെല്ലാം കേട്ടിട്ട് സീത രാമക്കാരെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ +2 ആണ് ഗൈസ്. അപ്പോൾ അറിയാത്തവർക്ക് ഇരിക്കട്ടെ. +2 എക്സാം ടഫായിരുന്നു. പഠിക്കുന്ന ആൾക്കാർ ശരിക്കും പഠിച്ചോളൂ ഗൈസ്. മാത്സ് എല്ലാം ഇപ്പോൾ എന്താ പോകണമെന്നോ അവസ്ഥ, പാസ്സായാൽ മതി. ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ടഫ് ഉണ്ടായ മാത്സാണ് ഗൈസ്. ഞാനിങ്ങനെ നെട്ടിപ്പോയത് കണ്ടിട്ട് പേപ്പർ കണ്ടിട്ട്. ഒരു അരമണിക്കൂർ ഇത് പ്രോസസ്സ് ആവാൻ തന്നെ എടുത്ത്. ബ്രെയിൻ എന്തൊക്കെ എഴുതാൻ കിട്ടണേ. ലാസ്റ്റ് ആകുമ്പോൾ അപ്പത്തിന് സമയം ഫുള്ള് കഴിഞ്ഞ് എന്ത് എഴുതണ്ടേ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് എക്സാം? അതിൻ്റെ എക്സ്പീരിയൻസ് പ്ലീസ് കമൻറ്റ്. അത് ആര് നോക്കിയാലാണ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് എക്സാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഇനി എന്തായാലും നല്ല ഭംഗി പഠിക്കണമെന്നാണ് എൻ്റെ വിചാരം. ഓണം എക്സാം കഴിച്ച് ഞാൻ പഠിക്കാൻ ഇരുന്നിട്ടൊന്നുമില്ല. കുറച്ചും കൂടി +1 ഉണ്ടാകുമ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോസ് നോക്കിയാലായിരുന്നു. പക്ഷേ ഇപ്പോൾ തലേന്നിരിക്കുന്ന ഭയങ്കര ഒരു ക്രേസായിരുന്നു ഗൈസ്. ഇല്ലെങ്കിൽ പഠിക്കണ്ടായി. +1 കുറച്ചെല്ലാം പഠിച്ചത്. +2 അപേക്ഷിച്ച് കുറേ പഠിച്ചത് ഞാൻ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പഠിക്കണം, ഇങ്ങനെ പോയാലാവില്ല. അതുകൊണ്ട് പഠിക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.